നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ വേണം. हमको जीवित रहना है तो ऑक्सीजन चाहिए. അല്ലേ? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ട്? കൈ ഉയർത്തി. ऑक्सीजन के बिना जो जीवित रह सकते हैं अपने हाथों को उठाए. ഇല്ല, कोई नहीं है. അതുപോലെ ठीक उसी ഒരുവനെ तरह സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ജീവനാഡിയാണ് ദൈവസഭ. एक व्यक्ति स्वर्ग से जुड़े उसका माध्यम है कलीसिया. അതുകൊണ്ടാണ് യേശു ആരെയാണോ രക്ഷിക്കുന്നത് അവരെല്ലാം സഭയിൽ ചേരും. इसलिए यीशु मसीह जिसको उद्धार देता है उसको कलीसिया से जोड़ देता है. കാരണം യേശു അങ്ങനെ ഒരു സംവിധാനം ഓപ്പൺ ചെയ്തിട്ടാ പോയെ. यीशु मसीह ने ऐसे संविधान को खोलकर ही फिर स्वर्ग लौटा. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ നഷ്ടപ്പെടൽ. उद्धार अगर तेरा हो गया तो तुझे तेरा नाश न हो. യേശുവിനെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ദോഷം വരല്ല. यीशु मसीह को अगर तू जान गया फिर तेरे साथ कोई बुरा हो ना चाहिए. അതുണ്ടാകാതിരിക്കാനാണ് സഭ നിനക്ക് തന്നത്. और ऐसी तेरे साथ भलाई हो इसलिए तुझे कलीसिया दी गई. നമുക്ക് സഭ സിമ്പിളാ. पर हमको लगता है कलीसिया एक साधारण चीज है. നമ്മുടെ സൗകര്യത്തിന് പിന്നെ നമ്മൾ സഭയുമായിട്ട് കണക്ട് ആകുന്നു. तो हम हमारी आरामदायक चीजों के अनुसार हम कलीसिया से जुड़ते हैं. നമ്മുടെ സൗകര്യത്തിനല്ല സഭയുമായിട്ട് ബന്ധം. हम हमारे हिसाब से कलीसिया से नहीं जुड़ सकते. ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കണം നിന്റെ സഭയുമായിട്ടുള്ള ബന്ധം. परमेश्वर के साथ जो रिश्ता है वही रिश्ता तेरा कलीसिया के साथ है. നീ ദൈവസഭയോട് എത്രയും ബന്ധമുണ്ടോ അത്രയും ബന്ധമേ ഉള്ളൂ നിനക്ക് ദൈവത്തോട്. तेरा इस कलीसिया से जितना रिश्ता है परमेश्वर के साथ भी उतना ही रिश्ता है. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ചിലത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് പറയുന്ന പലതും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. अगर कलीसिया तुझे पसंद नहीं आई उसका ये मतलब है कि परमेश्वर तुझे कुछ जो चीज बोल रहा है तुझे पसंद नहीं आई. ആമേൻ. ആമേൻ. കാരണം എന്താണെന്നറിയോ? സഭ ശരീരമാണ്. क्योंकि कलीसिया उस परमेश्वर का शरीर है. ആരുടെ ശരീരം? किसका शरीर? യേശുവിന്റെ ശരീരം. यीशु मसीह का शरीर. അപ്പൊ യേശുവിനെ ഇഷ്ടപ്പെടുന്നവൻ തല മാത്രം ഇഷ്ടപ്പെടുവോ ശരീരം കൂടി ഇഷ്ടപ്പെടുവോ? जो यीशु मसीह को पसंद करता है केवल सर को नहीं उसके पूरे शरीर को भी पसंद करता है. ശരീരത്തോട് ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്തിനോടും അസ്വസ്ഥയുണ്ട്. अगर शरीर पसंद नहीं उसका ये मतलब है कि सिर भी पसंद नहीं. ആമേൻ. അതുകൊണ്ടാ പറയുന്നത് സഭയുമായിട്ടുള്ള ബന്ധം ദൃഢമായിരിക്കണം. इसी कलीसिया के साथ का आपका रिश्ता बहुत दृढ़ होना चाहिए. ആമേൻ. യേശു സഭയെ സ്നേഹിച്ചെന്നാ ബൈബിൾ. वचन कहता है यीशु मसीह कलीसिया से प्यार करता है. ചൂടെ പറയുമ്പോൾ ജീവന് തുല്യം സ്നേഹിച്ചു. यीशु मसीह अपने जीवन के समान प्राण के समान कलीसिया से प्यार ജീവൻ करता है. കൊടുത്ത് സ്നേഹിച്ചു. यीशु मसीह ने जीवन देकर कलीसिया से प्यार किया. രക്തം കൊടുത്ത് സമ്പാദിച്ചു. लहू बहाकर कलीसिया की स्थापना की. ഒരു ശരീരത്തിന് വേണ്ടി കർത്താവ് എന്തൊക്കെയാ ചെയ്തെന്ന് നോക്കിയേ. मसीह ने कलीसिया से प्रेम कर कर अपने आप को उसके लिए दे दिया. സഭയെ സ്നേഹിച്ചിട്ട് തന്നെ തന്നെ കൊടുത്തു. कलीसिया से प्रेम कर कर मसीह ने अपने आप को दे दिया. അപ്പം സ്നേഹത്തിന്റെ അടയാളമോ കൊടുക്കുക. प्यार का यही चिन्ह है कि वो देता है. ഓ കൊടുക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹമില്ലെന്ന്. अगर देने का मन नहीं उसका ये मतलब है कि प्यार नहीं. कलीसिया से प्रेम करके अपने आप को उसके लिए दे दिया. ആമേൻ. ഓ എന്നെ എഫക്റ്റ് ഉള്ള വാക്ക്. നീ ഇവിടെ ഇരിക്കുന്ന അവൻ കൊടുത്തോണ്ടാണ്. तू यहाँ बैठा है क्योंकि उसने दे दिया. നീ ഇവിടെ ഇന്ന് പകൽ ഇരിക്കുന്ന അവൻ കൊടുത്തു. आप यहाँ इसलिए बैठे हैं कि उसने अपने आप को दे दिया. അവനെ കൊടുത്തിട്ട് നിന്നെ ഇവിടെ ഇരുത്തി. उसने अपने आप को दे दिया और तुझे यहाँ बिठा दिया. हालेलुया. ഒരു പക്ഷേ ഒരു ശവക്കുഴി നീ കിടക്കേണ്ടതാ. शायद तुझे कब्र में पड़ना होगा. അല്ലെങ്കിൽ മറ്റൊരു ഇടത്ത് തകർന്നവനായി പോകേണ്ടവനാ. या किसी और जगह पे नाश हुआ होना चाहिए. റെയിൽവേ സ്റ്റേഷനിൽ പലരും കിടക്കുന്ന പോലെ കിടക്കേണ്ടവരാ നമ്മൾ. शायद रेलवे स्टेशन में लोग जैसे पड़े हैं हमको वैसे पड़ा होना പാഗലായിട്ട് കറങ്ങേണ്ടവരാ നമ്മൾ. शायद पागलपन के साथ रास्ते में घूमने वाले ആമേൻ. ആമേൻ. അടിക്ക് ചെളിച്ചാലി കിടക്കേണ്ടവരാ നമ്മൾ. शायद कीचड़ में पड़े होने वाले लोग बनते. നമുക്കറിയത്തില്ല നമ്മൾ എങ്ങനെ ആണ്ടത്. नहीं जानते कि कैसा होती हमारी जिंदगी. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇവിടെ എത്തിയത്. देखिए काबिलियत से नहीं നമ്മുടെ पहुंचे. ജീവിതത്തിന്റെ പവർ കൊണ്ടല്ല ഇവിടെ എത്തിയത്. जीवन के सामर्थ्य से नहीं पहुंचे. അവൻ കൊടുത്തു. उसने दे
दिया, അവൻ അവനെ കൊടുത്തു, उसने अपने आप को ही दे दिया എന്നിട്ട് നമ്മളെ പൊക്കി, और हमें ऊंचा उठा എന്നിട്ട് दिया ഇവിടെ ഇരുത്തി. और यहाँ बिठा ആ दिया। സ്നേഹം എത്ര വലിയ कितना സ്നേഹം! महान है वो प्यार। हालेलुया। അങ്ങനെ കൊടുത്ത നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതൊരു സഭയായി. और ऐसे अपने आप को देकर उसने लोगों को इकट्ठा किया और ऐसे हम एक कलीसिया बन गए। ആമേൻ. അപ്പൊ ഇതിനകത്തൊരു വലിയവനും ഇല്ല, ചെറിയവനും ഇല്ല. कोई बड़ा नहीं, कोई छोटा नहीं। ആമേൻ. എല്ലാവരും യേശു തന്നെ കൊടുത്തത് കൊണ്ട് ഉണ്ടായവരാ. हम सब इसलिए पहुंचे कि यीशु ने अपने आप को दे दिया। ആമേൻ. നീ ആരാന്നറിയോ? തോണ്ട് പറ. യേശു കൊടുത്തതിന്റെ മറുപടിയാ. अपने पड़ोसी को कहो, तू जानता है तू कौन है? यीशु ने अपने आप को दिया, उसका जवाब है तू। യേശു കൊടുത്തു, यीशु ने अपने आप को दिया അതിന്റെ ആൻസറാ നീ. और उसका जवाब है तू। You हाँ। are the answer of his ആമേൻ. sacrifice. ആമേൻ. Amen. You are the answer of his sacrifice. നിന്റെ റൂട്ട് പലയിടത്ത് തിരിഞ്ഞില്ലേ? അത് നിന്റെ കഴിവുകൊണ്ട് തിരിഞ്ഞതല്ല. देखिए, तू बहुत अच्छे रास्तों पर आया। വളരെ ചിന്തിക്കാത്ത സമയങ്ങളിൽ നിനക്ക് ബ്രേക്ക് ത്രൂ ഉണ്ടായില്ലേ? ऐसे ऐसे बहुत सारे समय जो तूने सोचा भी അത് नहीं, നിന്റെ കഴിവുകൊണ്ടുണ്ടായതല്ല, छुटकारा मिला, वो അതിന്റെ तेरी काबिलियत से नहीं സ്തോത്രം मिला, കൊണ്ടുണ്ടായതല്ല. तेरी स्तुति से भी नहीं हुआ। യേശു കൊടുത്തതിന്റെ റിസൾട്ടാ അത്. यीशु ने तुझे दिया, उसका नतीजा है वो। ആമേൻ. ആമേൻ.